ഹേ ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് എണീച്ചു. എവിടെയാ എങ്ങോട്ടാന്ന് ഞാൻ വഴിയേ പറയാട്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് അല്ലറ ചില്ലറ പാക്കിംഗ് ബാക്കിയുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി. ഇന്നത്തെ യാത്ര ട്രെയിനിലാണ്. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നാണ് കേട്ടോ ട്രെയിൻ. ഒരു കാര്യം മറന്നു, ഞാൻ ആരൊക്കെ കൂടെ ഉള്ളത് പറഞ്ഞില്ലല്ലോ. ചേച്ചി, ഞാനും അമ്മയും പിന്നെ ഫ്രണ്ടിൻ്റെ മോമോ കേട്ടോ, പിന്നെ 2 കുട്ടികളും. ഞങ്ങളെല്ലാവരും കൂട്ടാണ് പോണത്. ഓൾമോസ്റ്റ് 1 മന്തായി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ടിക്കറ്റ്സൊക്കെ അപ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളുള്ള കാരണം ജനറലിൽ കയറിയിട്ട് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് എടുക്കണ്ട വിചാരിച്ച് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്സ്. കൊച്ചിയിൽ നിന്ന് 4 hours ട്രാവലിംഗ് ടൈം ഉള്ളൂ. പക്ഷെ എന്നാലും ഡിസംബർ ടൈം ആണല്ലോ. അപ്പോൾ വെക്കേഷൻ ടൈം ആയത് കാരണം നമുക്ക് പിന്നേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ട്രെയിൻ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓൾസോ ഇതിൻ്റെ പ്രീവിയസ് സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ആപ്പ് ത്രൂ നോക്കിയപ്പോൾ. കാരണം വന്ദേ ഭാരത് ക്രോസിംഗ് ഉണ്ടായിരുന്നു. സോ പിന്നെ ട്രെയിൻ വന്നു. ട്രെയിൻ കയറി സെറ്റിലായി. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും രസമാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോകുന്നത്. കാരണം ഈ 4 hours ട്രാവൽ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് 4 hours പോയതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഓൾസോ ട്രിപ്പ് പോണ സമയത്ത് ഒരു ത്രില്ലാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ടായിരുന്നു. ഇറങ്ങാനായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടാണ് ഞങ്ങൾ വന്നത് എന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വർക്കലയിലേക്കാണ്. വർക്കലയിൽ 2 days ഉണ്ടാവും. അപ്പോൾ ഇനി ഞങ്ങളുടെ 2 ദിവസത്തെ സ്റ്റേ ആൻറ്റിലിയ ഷാലറ്റ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഡയറക്റ്റ് ബീച്ച് വ്യൂ ആണ് കേട്ടോ. ആൻഡ് ഇത് നോർത്ത് ക്ലിഫിനാണ് വരുന്നത് വർക്കലയിൽ. വർക്കലയിൽ ഓല ഊബർ സർവീസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഓട്ടോയിലാണ് വന്നത്. ആൻഡ് ഓൾസോ ഓട്ടോ കിട്ടാൻ ഞങ്ങൾ ഇറങ്ങിയ പ്ലാറ്റ്ഫോം സൈഡിൽ ഓട്ടോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് എത്തി. പിന്നെ 2 ചേച്ചിമാരും കുട്ടികളും കുറച്ചൊരു 5-10 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് എത്തിയത്. ചെക്ക് ഇൻ ടൈം 12 ആയിരുന്നു. ഓൾമോസ്റ്റ് 11:30 ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വി ഹാഡ് ടു വെയിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ സെറ്റും ചേച്ചിമാരൊക്കെ എത്തി. എല്ലാവരും വന്ന പാടെ തന്നെ വ്യൂ കാണാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറേ ഫോട്ടോസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിക്കോസ് ഓഫ് ദി വ്യൂ. അങ്ങനെ കുറേ നേരം കണ്ടിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീച്ച് വ്യൂവിൽ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഹിൽ സ്റ്റേഷൻസും അങ്ങനെ കുറേ പോയിട്ടുണ്ട്. പക്ഷേ ബീച്ച് വ്യൂവിൽ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമാവും ചെയ്തു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്ക് ഇൻ ചെയ്ത് മെല്ലെ സെറ്റിൽ ഡൗൺ ആയി. കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പിള്ളേർക്കൊക്കെ വിശക്കുന്നുണ്ട്, എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ആൻഡ് ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. നടക്കാൻ പറ്റാത്ത മാതിരത്തെ വെയിലായിരുന്നു. ആൻഡ് ഓൾസോ അംബ്രല്ല ക്യാരി ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അംബ്രല്ല ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് യൂസ് ചെയ്തു. ഭയങ്കര വെയിലായിരുന്നു ഉച്ച സമയത്ത്. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഈവനിങ് ടൈം ആകുമ്പോൾ ഈ ക്ലിഫിൻ്റെ മേലെ കൂടി ഇങ്ങനെ വാക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. കാരണം സൺസെറ്റ് ടൈമിലാണ് ഏറ്റവും അടിപൊളി. ആ സമയത്ത് വെയിലും ഉണ്ടാവില്ല, നല്ല കാറ്റും അടിപൊളിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റിസോർട്ടിൽ നിന്ന് അത്യാവശ്യം വാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഞങ്ങൾ വാക്ക് ചെയ്യണ സൈഡിൽ മൊത്തം കഫേസും റെസ്റ്റോറൻറ്റ്സും പിന്നെ ചെറിയ ചെറിയ സ്റ്റോഴ്സും ബീച്ച് വെയർസും ഇയറിങ്സ് അങ്ങനെ ഷോ പീസ് കുറേ ഇങ്ങനെ മേജർലി ഫോർ ഫോറിനേഴ്സ് അങ്ങനെ കുറേ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കഫേ എത്തി. ഇവിടെ മോസ്റ്റ് ഓഫ് ദം കഫേസാണ്. ആൻഡ് ഓൾസോ രാത്രിയാണ് ഇവിടെ കംപ്ലീറ്റ് ക്രൗഡ്. ഇപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾ പോണ സമയത്ത് ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉച്ചയ്ക്ക് വെയിലായ കാരണം അധികം ആരും പ്രിഫർ ചെയ്യില്ല ഇറങ്ങാൻ. വൈകുന്നേരം സമയത്ത് ഇത് ഫുൾ നോർത്ത് ക്ലിഫിൻ്റെ സൈഡ് മൊത്തം നല്ല വൈബാട്ടോ. ഫുൾ ലൈറ്റ്സും നിറച്ച ആൾക്കാരും എല്ലാവരും ഈവനിങ് സമയത്താണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അധികം പേര് ഉണ്ടായിരുന്നില്ല. അഗെയിൻ ഇത് ക്ലിഫിൻ്റെ സൈഡ് ആയതുകൊണ്ട് വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വെയിൽ കാരണം നമുക്ക് അധികം ആസ്വദിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാൻ, കാരണം ഭയങ്കര ചൂടുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് ഭയങ്കര ചൂടായിരുന്നു. അതിൽ കൂടെ നല്ല വിശപ്പ്, നല്ല എക്സ്പെക്റ്റേഷനിലാണ് പോയത്. എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന ഫുഡായിരുന്നില്ല. ഓക്കെ ജസ്റ്റ് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കഴിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. എനിക്ക് മാത്രമല്ല ആർക്കും വലിയ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ എന്തൊക്കെയാണ് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലായിരുന്നു, അധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ റൂമെത്തി ഒന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. സൺസെറ്റ് ടൈം ആയിട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് സൺ സെറ്റ് ആവുന്നത് കാണാനുണ്ടായിരുന്നു. കാണുമ്പോൾ അടിപൊളിയാട്ടോ, വേറെ ലെവൽ. പക്ഷേ നമ്മൾ ഫോട്ടോസിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ
അത്രത്തോളം വരില്ല. അങ്ങനെ സൺസെറ്റ് വ്യൂവിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. കുട്ടികളുടെയും എല്ലാവരെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. ആൻഡ് ഓൾസോ വർക്കലയിൽ ഊബർ ഓർ ഓല സർവീസസ് ഇല്ല. അപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഓട്ടോ അല്ലെങ്കിൽ വേറെ ട്രാൻസ്പോർട്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവിടെ 2 ഓട്ടോ ഡ്രൈവേഴ്സിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരെ വിളിക്കുമ്പോൾ അവരെ നമ്മൾ പിക്ക് ചെയ്തിട്ട് എവിടെയാണ് കൊണ്ടുവച്ച് ഡ്രോപ്പ് ചെയ്യും. എല്ലാം അടുത്തടുത്തുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെയായിട്ട് നമ്മൾ ഫുൾ 2 ഡേയ്സ് മൊത്തം ട്രാവൽ ചെയ്തത് ഇവിടെ. ഇപ്പം നമ്മൾ പോണത് ഒരു കഫേയാണ്. വൺ ഓഫ് ദ ഫേമസ് കഫേയാണ് വർക്കലയിൽ. അഗെയിൻ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിച്ച കഫേയാണ്. അവർ 2 പേരും ചേച്ചിമാർ 2 പേരും വേറെ ഓട്ടോയിൽ പോയി. ഞങ്ങൾ വേറെ ഓട്ടോയിൽ. ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ ക്യാബ് സർവീസ് ഇല്ലാത്ത കാരണം നമുക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു ട്രാൻസ്പോർട്ട് ഇല്ല. നമ്മൾ ഇപ്പോൾ പോണത് കഫേ സർവേയിലാണ്. ഈ കഫേ സൗത്ത് ക്ലിഫിലാണ് കേട്ടോ. ആൻഡ് നമ്മൾ സ്റ്റേ നോർത്ത് ക്ലിഫിലാണ്. പക്ഷെ വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നുമുള്ള വ്യൂ അടിപൊളി, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 40 to 45 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ കഫേയിൽ നിന്ന് തന്നെ നമുക്ക് താഴെ ബീച്ചിലേക്ക് പോകാനുള്ള ഒരു വേ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ വിചാരിച്ചു 40 to 45 മിനിറ്റ്സ് ടൈം ഉണ്ടല്ലോ, അപ്പോൾ താഴെ പോയിട്ട് കുറച്ച് നേരം ബീച്ചിൽ ജസ്റ്റ് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു വരാമല്ലോ എന്ന്. അങ്ങനെ അതിന് വേണ്ടി പോവുകയാണിപ്പോൾ. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് മേലേക്ക് തന്നെ കയറി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. ടേബിൾ തന്നത് നല്ല വ്യൂ ഉള്ള സ്ഥലത്താട്ടോ നമുക്ക് ടേബിൾ കിട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. താഴെ പോയി മേലെ കയറിയപ്പോഴേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങി. പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് വലുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈവനിങ് ആയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഫുഡിനുള്ള വെയിറ്റിംഗ് ആണ്. ഈ ഒരു വ്യൂ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ അടിപൊളി, പറയാനൊന്നുമില്ല, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ജ്യൂസും ഫുഡൊക്കെ വന്നു, മെല്ലെ മെല്ലെ കഴിച്ചു. പറയാണ്ടിരിക്കാൻ പറ്റില്ല, അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു ആൻഡ് ഓൾസോ വെരി അഫോർഡബിൾ. ഞാൻ കുറേ കഫേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഈവൻ ഇൻ ബാംഗ്ലൂർ ആൻഡ് ഇൻ കൊച്ചി, ബട്ട് ദേ ആർ കോസ്റ്റ്ലി, എ ബിറ്റ് കോസ്റ്റ്ലി. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്രയും ടൂറിസ്റ്റ് വരുന്ന സ്ഥലത്ത് ഐ എം നോട്ട് ഷുവർ വൈ നല്ല അഫോർഡബിളും ആൻഡ് അഫോർഡബിൾ ഇസ് ഓക്കെ വൺ സൈഡ്, പക്ഷേ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു എല്ലാം. ഞങ്ങൾ കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്നുപോലും ഓക്കെ ഓക്കെ പറയണം അങ്ങനത്തെ രീതിയിലുണ്ടായില്ല, എല്ലാം ഇറ്റ് വാസ് വെരി നൈസ്. ഞങ്ങൾ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ വ്യൂവിൽ അവിടെ ഫുഡ് കഴിച്ചിരിക്കാൻ നല്ല രസം, ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് അത്യാവശ്യം നേരം ഒരു 4 hours 3 to 4 hours അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഒരിക്കലും മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വേറെ എങ്ങോട്ടും ഇല്ല, നേരെ റൂമിലേക്കാണ്. അങ്ങനെ അവിടെ ബില്ലൊക്കെ പേ ചെയ്തു. പിന്നെ കുറച്ച് പുറത്ത് ഫോട്ടോസ് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അങ്ങനെ റൂമിൽ വന്ന് സെറ്റിലായപ്പോൾ വി തോട്ട് കുട്ടികളായിട്ട് നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. റൂമിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ബീച്ചിലോട്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു 1 minute വാക്ക് ചെയ്താൽ മതി. 1 minute പോലും ഇല്ല, ഇറ്റ് ഈസ് വെരി നിയർ ബൈ. ഇവിടുന്ന് വീഡിയോ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുട്ടികളിലെ ടോയ്സും എല്ലാമായിട്ട് ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു.
സിയാരയ്ക്ക് ഇനീഷ്യലി ബീച്ച് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ട്. വലിയ പേടിയെന്നുള്ള ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഓപ്പോസിറ്റ് തന്നെ ഒരു കഫേയിൽ അങ്ങനെ DJ പാർട്ടിമാരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ബീച്ചിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ കുറച്ച് നേരം പാട്ടും ഡാൻസും കുട്ടികളും എൻജോയ് ചെയ്തു. അപ്പോൾ ഡേ 1 ഇതൊക്കെയാണ് ചെയ്തത്. ഡേ 2 വീഡിയോ ആയി കാണുന്നവരെ ബൈ.